ഹായ് കൂട്ടുകാരെ, ഇപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നല്ല ഹോം മെയ്ഡ് മിക്സറാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകണം. അപ്പൊ അതിന് വേണ്ട സാധനങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതേപോലത്തെ 5 കപ്പ് കടലപ്പൊടിയാണ് നമ്മൾ ഈ പാത്രത്തിലേക്ക് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഒന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടി ഇതിനകത്തേക്ക് കുറച്ച് അരിപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഒരു 3/4 കപ്പോളം അരിപ്പൊടിയും ചേർക്കുന്നുണ്ട് അതിലേക്ക്. ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. വെള്ളമൊഴിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ച് മാവ് പോലെ ആക്കി എടുക്കാം. നമുക്ക് വെള്ളം കുറേശ്ശെ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കുറേശ്ശെ ഒഴിച്ചെടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇതറിയാൻ പറ്റില്ല നമുക്ക്. ഇപ്പം നമ്മുടെ പുതിയ ഗ്യാസിൽ ആദ്യത്തെ കത്തിക്കലാണ്. ഇപ്പം ഗ്യാസ് കത്തിയിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുകയാണ്. ചട്ടി നല്ലപോലെ ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കും. ആദ്യം നമുക്ക് വെളുത്തുള്ളി ഒന്ന് വറുത്ത് മാറ്റാം. അടുത്ത നമുക്ക് ഇതിലേക്ക് വേപ്പില പൊട്ടിച്ചിട്ട് കൊടുക്കാം. അടുത്തായി കപ്പലിനിട്ട് വറുത്തെടുക്കാം. സേവാനാഴിയിലും എണ്ണ തേച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അച്ചാണ്ട് നമ്മൾ എടുക്കുന്നത്, നമ്മൾ ഇടിയപ്പത്തിൻ്റെ അല്ല, അതിൻ്റെ കുറച്ച് വലുത്. ഇതിലേക്ക് നമുക്ക് മാവിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സറിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഓരോന്നങ്ങിട്ടാണ് ഡെക്കറേഷൻ ചെയ്തെടുക്കുക.
നല്ലപോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹോം മെയ്ഡ് മിക്സർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ അതേപോലെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലെ വ്യത്യസ്തങ്ങളായ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.